സ്നേഹനിധികളായ സഹോദരങ്ങളെ, പടച്ച തമ്പുരാന്റെ വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ചും അവൻ പടച്ച ജീവികളോട് നാം കാണിക്കേണ്ട കാരുണ്യത്തെക്കുറിച്ചുമുള്ള മനോഹരമായ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈ ലോകത്ത് നാം ചെയ്യുന്ന ഓരോ ചെറിയ നന്മയും ഒരിക്കലും പാഴായി പോകില്ല എന്ന വലിയൊരു സത്യം ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യർ പരസ്പരം സ്നേഹിക്കാൻ മറന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ കാട്ടിലെ ഒരു വന്യമൃഗം ഒരു മനുഷ്യനോട് കാണിച്ച അളവറ്റ നന്ദിയുടെയും സ്നേഹത്തിന്റെയും ചരിത്രമാണിത്. സറഫുദ്ദീൻ എന്ന ഒരു സാധാരണ വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടായ അവിശ്വസനീയമായ ഒരു മാറ്റമാണ് നാം ഇവിടെ കാണുന്നത്. പടച്ചവന്റെ സൃഷ്ടികളെ നാം സ്നേഹിക്കുമ്പോൾ പടച്ചവൻ നമ്മെ തിരികെ സ്നേഹിക്കുമെന്ന വലിയ പാഠമാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങേയറ്റം ഉദ്വേഗജനകവും എന്നാൽ ഒടുവിൽ കണ്ണു നിറയിക്കുന്നതുമായ ഈ സംഭവം നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരു വലിയ പാഠമായിരിക്കും. നാം ആരെയും അനാവശ്യമായി ഭയപ്പെടേണ്ടതില്ലെന്നും സൃഷ്ടാവിൽ മാത്രം ഭരമേൽപ്പിച്ച് മുന്നോട്ടു പോയാൽ ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് രക്ഷയുണ്ടാകുമെന്നും സറഫുദ്ദീന്റെ അനുഭവം നമുക്ക് കാട്ടിത്തരുന്നു. ഇതാ, നിങ്ങൾ ഏറെ ആഗ്രഹിച്ച ആ ഹൃദയസ്പർശിയായ കഥാപ്രപഞ്ചത്തിലേക്ക് നമുക്ക് കടക്കാം. ഒരക്ഷരം പോലും വിട്ടുപോകാതെ ഈ കഥ നിങ്ങൾ കേൾക്കുക. പടച്ചവൻ നമ്മെ ഏവരെയും നന്മയുടെ പാതയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒരു വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സറഫുദ്ദീൻ. കാടിനോട് ചേർന്നുള്ള ഒറ്റപ്പെട്ട വഴിയിലൂടെ വേഗത്തിൽ നടക്കുമ്പോൾ അവന്റെ മനസ്സിൽ പടച്ചവനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. പെട്ടെന്നാണ് കാടിന്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു ഭീകരമായ ഗർജനം കേട്ടത്. മരങ്ങൾക്കിടയിലൂടെ ഒരു കൂറ്റൻ സിംഹം സറഫുദ്ദീന്റെ മുന്നിലേക്ക് ചാടി വീണു. മരണം തൊട്ടുമുന്നിൽ കണ്ട സറഫുദ്ദീൻ അസ്തപ്രജ്ഞനായി നിന്നുപോയി. രക്ഷപ്പെടാൻ ഒരിടവുമില്ല, കയ്യിൽ ഒരു ആയുധവുമില്ല. തന്റെ ആയുസ് അവസാനിച്ചുവെന്ന് അവൻ ഉറപ്പിച്ചു. സറഫുദ്ദീൻ കണ്ണുകളടച്ച് ഉറക്കെ അല്ലാഹുവെ വിളിച്ചു പ്രാർത്ഥിച്ചു. പടച്ചവനെ, നിന്റെ മുൻപിലേക്കാണല്ലോ ഞാൻ വരുന്നത്, എന്നെ കാത്തുരക്ഷിക്കണേ. അവൻ പതുക്കെ കണ്ണു തുറന്നപ്പോൾ കണ്ടത് അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. ആ സിംഹം അവനെ ആക്രമിക്കുന്നില്ല, പകരം അത് വേദന കൊണ്ട് പുളയുകയായിരുന്നു. അതിന്റെ ഒരു കാലിൽ ആരോ വെച്ച വലിയൊരു ഇരുമ്പുകെണി കുടുങ്ങിക്കിടക്കുന്നു. ആ ഇരുമ്പ് അതിന്റെ മാംസത്തിലേക്ക് തുളച്ചു കയറിയിരുന്നു. സിംഹം സഹായത്തിനായി യാചിക്കുന്നത് പോലെ സറഫുദ്ദീനെ ദയനീയമായി നോക്കി. സറഫുദ്ദീന്റെ ഉള്ളിൽ ഭയത്തിനു പകരം കരുണ തോന്നി. നീയും ഒരു ജീവനല്ലേ, നിന്നെ സഹായിക്കേണ്ടത് എന്റെ കടമയാണ്. അവൻ പതുക്കെ സിംഹത്തിനടുത്തേക്ക് നീങ്ങി. വിറയ്ക്കുന്ന കൈകളോടെ ആ ഇരുമ്പ് കെണി അവൻ പതുക്കെ വേർപെടുത്താൻ തുടങ്ങി. ഓരോ തവണ കെണി അനങ്ങുമ്പോഴും സിംഹം വേദന കൊണ്ട് മുരണ്ടു. സറഫുദ്ദീൻ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ കെണി അഴിച്ചുമാറ്റി. മുറിവിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. അവൻ തന്റെ തലപ്പാവെടുത്ത് ആ മുറിവ് വെച്ച് കെട്ടി. സിംഹം പതുക്കെ എഴുന്നേറ്റ് നിന്നു. സറഫുദ്ദീൻ ഭയത്തോടെ ഒരടി പിന്നോട്ട് വെച്ചു. പക്ഷേ സിംഹം ചെയ്തത് അവനെ അത്ഭുതപ്പെടുത്തി. അത് തന്റെ തല സറഫുദ്ദീന്റെ കാലിൽ പതുക്കെ ഉരസി നന്ദി പ്രകടിപ്പിച്ചു. എന്നിട്ട് മുടന്തിക്കൊണ്ട് കാടിനുള്ളിലേക്ക് നടന്നുപോയി. സറഫുദ്ദീൻ അവിടെ സ്തബ്ധനായി ഇരുന്നുപോയി. പടച്ചവന്റെ കാരുണ്യം എത്ര വലുതാണെന്ന് അവൻ ഓർത്തു. തന്നെ കൊല്ലുമെന്ന് കരുതിയ മൃഗം തന്റെ നന്ദി അറിയിച്ചു പോയിരിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സറഫുദ്ദീൻ തന്റെ തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നൊരു സംഘം കൊള്ളക്കാർ അവനെ വളഞ്ഞു. അവന്റെ കയ്യിലുള്ള പണവും സാധനങ്ങളും തട്ടിയെടുക്കാൻ അവർ വാളുകൾ ഓങ്ങി. സറഫുദ്ദീൻ നിസ്സഹായനായി നിൽക്കുമ്പോൾ കാടിനുള്ളിൽ നിന്ന് ഭൂമി കുലുങ്ങുന്ന പോലൊരു ഗർജനം കേട്ടു. കൊള്ളക്കാർ ഭയന്നു വിറച്ചു. മരങ്ങൾക്കിടയിലൂടെ പാഞ്ഞു വന്നത് അതേ കൂറ്റൻ സിംഹമായിരുന്നു. അത് സറഫുദ്ദീന് കാവലായി കൊള്ളക്കാർക്ക് മുന്നിൽ വന്ന് ഗർജിച്ചു. ഇത്രയും ഭാഗം വായിച്ചു കഴിഞ്ഞാൽ പറയുക, സറഫുദ്ദീനെ കൊള്ളക്കാരിൽ നിന്നും ആ സിംഹം എങ്ങനെ രക്ഷിക്കുന്നുവെന്നും ഈ അത്ഭുതം കണ്ട ഗ്രാമവാസികൾക്ക് എന്ത് സംഭവിച്ചു എന്നും പറയുന്ന ബാക്കി 100 വരികൾ ഞാൻ ഉടനെ നൽകുന്നതാണ്. വായന വളരെ സാവധാനം തുടരുക. ആ കൂറ്റൻ സിംഹത്തിന്റെ ഗർജനം കേട്ട കൊള്ളക്കാർ ഭയന്നു വിറച്ചു. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വാളുകൾ വലിച്ചെറിഞ്ഞ് അവർ ജീവനും കൊണ്ട് കാടിന് പുറത്തേക്ക് ഓട്ടി. സറഫുദ്ദീൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. മരണം തന്നെ ഒന്നുകൂടി തൊട്ടുരുമി കടന്നുപോയിരിക്കുന്നു. തന്നെ വധിക്കാൻ വന്നവർക്ക് മുന്നിൽ ഒരു കാവൽക്കാരനെ പോലെ ആ മൃഗം നിലയുറപ്പിച്ചു. സിംഹം പതുക്കെ തിരിഞ്ഞ് സറഫുദ്ദീനെ നോക്കി. അതിന്റെ കണ്ണുകളിൽ പഴയ ആ സ്നേഹവും നന്ദിയും പ്രകടമായിരുന്നു. സറഫുദ്ദീൻ പതുക്കെ അതിന്റെ അരികിലേക്ക് ചെന്നു. അവൻ ആ സിംഹത്തിന്റെ തലയിൽ പതുക്കെ തലോടി. പടച്ചവന്റെ സൃഷ്ടികൾ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം അവിടെ വെളിപ്പെടുകയായിരുന്നു. ഈ വാർത്ത കാട്ടുതീ പോലെ ഗ്രാമത്തിലാകെ പടർന്നു. സറഫുദ്ദീനെ സ്നേഹിക്കുന്ന ഒരു സിംഹം കാട്ടിലുണ്ടെന്ന വാർത്ത ആർക്കും വിശ്വസിക്കാനായില്ല. ഗ്രാമവാസികൾ ഇത് കാണാനായി കാടിന്റെ അതിർത്തിയിൽ തടിച്ചുകൂടി. എന്നാൽ സിംഹം സറഫുദ്ദീനെയല്ലാതെ മറ്റാരെയും അടുപ്പിക്കാൻ അനുവദിച്ചില്ല. മനുഷ്യർക്ക് നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹം മൃഗങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന് സറഫുദ്ദീൻ അവരോട് പറഞ്ഞു. നമ്മൾ ഒരു ജീവിയോട് കാണിക്കുന്ന ചെറിയൊരു കരുണ പോലും പടച്ചവൻ മറക്കില്ല. അതിന്റെ ഫലം അവൻ നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ തിരിച്ചു നൽകും, സറഫുദ്ദീൻ തന്റെ അയൽക്കാരോട് വിവരിച്ചു. വർഷങ്ങൾ കടന്നുപോയി. സറഫുദ്ദീൻ വയസ്സനായി. അവന് പണ്ടത്തെ പോലെ കാട്ടിലൂടെ നടക്കാൻ കഴിയില്ലായിരുന്നു. ഒരു വൈകുന്നേരം സറഫുദ്ദീൻ തന്റെ വീടിന്റെ ഉമ്മറത്തിരിക്കുമ്പോൾ
കാടിന്റെ അതിർത്തിയിൽ നിന്ന് ആ പഴയ ഗർജനം വീണ്ടും കേട്ടു. അത് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വിളിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. സറഫുദ്ദീൻ പതുക്കെ നടന്ന് കാടിന്റെ അരികിലെത്തി. അവിടെ ആ സിംഹം അവനെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. കൂടെ 2 ചെറിയ സിംഹക്കുട്ടികളും ഉണ്ടായിരുന്നു. തന്റെ കുടുംബത്തെ സറഫുദ്ദീന് പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നതായിരുന്നു ആ മൃഗം. ആ കാഴ്ച കണ്ടുനിന്ന ഗ്രാമവാസികളുടെ കണ്ണുകൾ നിറഞ്ഞു. കാട്ടിലെ രാജാവ് ഒരു മനുഷ്യനു മുന്നിൽ വിനയത്തോടെ നിൽക്കുന്ന കാഴ്ച അവർക്ക് വലിയൊരു പാഠമായിരുന്നു. സറഫുദ്ദീൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം ആ കുട്ടികൾക്ക് നൽകി. അന്നു മുതൽ ആ ഗ്രാമത്തിലുള്ളവർ കാട്ടിലെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് നിർത്തി. സ്നേഹം കൊണ്ട് കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്ന് സറഫുദ്ദീനും അവന്റെ സിംഹവും ലോകത്തിന് കാണിച്ചു കൊടുത്തു. സറഫുദ്ദീന്റെ പ്രാർത്ഥനകളിൽ എന്നും ആ സിംഹത്തിനു വേണ്ടിയുള്ള ഒരിടം ബാക്കി വെച്ചു. പടച്ചവന്റെ അത്ഭുതങ്ങൾ ആ കാടിന്റെ നിശബ്ദതയിൽ ഇന്നും ഒരു കഥയായി അലയടിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സറഫുദ്ദീന്റെയും ആ സിംഹത്തിന്റെയും ഈ മനോഹരമായ ചരിത്രം നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പടച്ചവൻ പടച്ച ഈ മണ്ണിൽ നാം കാണിക്കുന്ന ഓരോ ചെറിയ കരുണയും എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് നൽകുന്നതെന്ന് ഈ കഥ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യർ പരസ്പരം സ്നേഹിക്കാൻ മറന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ മൃഗങ്ങൾ പോലും നന്ദി കാണിക്കുന്നു എന്നത് വലിയൊരു പാഠമാണ്. ഇതുപോലുള്ള ചിന്തിപ്പിക്കുന്നതും ഹൃദയസ്പർശിയായതുമായ കൂടുതൽ ഇസ്ലാമിക ചരിത്രങ്ങളും ജീവിത പാഠങ്ങളും ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചാനൽ ആഗ്രഹിക്കുന്നു. ഈ ചെറിയ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വലിയൊരു തണലും പ്രോത്സാഹനവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഒരു ഷെയർ വഴി ഒരുപക്ഷേ ഈ നല്ല സന്ദേശം മറ്റൊരാളുടെ ഹൃദയത്തിൽ മാറ്റം വരുത്തിയേക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രാർത്ഥനാ നിർഭരമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നിറയാനും പടച്ചവന്റെ കാരുണ്യം എപ്പോഴും കൂടെയുണ്ടാകാനും നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ നൽകുന്ന ഓരോ പിന്തുണയും ഈ ചാനലിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ വലിയ കരുത്താണ് നൽകുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഹൃദ്യമായ മറ്റൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു നമ്മെ ഏവരെയും നന്മയുടെ പാതയിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുമല്ലോ. എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.